എൻ്റെ ഗാർഡനിൽ റോസാപ്പൂ ഉണ്ടായി ഗൈസ്, കണ്ടു എന്ത് രസം കാണാൻ. എന്തത് സൂമാവാത്ത കണ്ടു, വേറെ മുട്ടുമുണ്ട്. ഈ ഫ്ലവറും ഉണ്ടായി. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്നല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ റോട്ടിൽ കണ്ടൊരു സ്ഥലത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ പച്ചമുളക് കണ്ടോ, എന്താ അത് സൂമാവാത്ത യാ. പച്ചമുളക് കുറേ ഞാൻ പൊട്ടിച്ചു, എന്നാലും ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു സംഭവം കണ്ടു, അതും കൂടെ കാണിച്ചു തരാം. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും ഈ ചെടി വളർന്നേക്കുന്ന നോക്ക്. ഈ ഒരു ഗ്യാപ്പിൽ ഇത് ചീരയാണ് കേട്ടോ, ഈ ഗ്യാപ്പിലാണ് അത് ഉണ്ടായി വന്നേക്കണം. വാട്ടിടൂ, പക്ഷെ കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ റോസിനെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ നാശമായിപ്പോ. കുറേ മുട്ടുണ്ടാവുന്നുണ്ട്. ഇതെന്താ അറിയോ, ഇത് ശംഖുപുഷ്പമാണ്. കണ്ടോ, ഇത് വെച്ച് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെൻ്റെ വിത്താണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു വിത്ത് വീട്ടിൽ നിന്ന് കൊണ്ട് വന്ന് നട്ടിട്ട് ഉണ്ടായതാണ്. അതൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ശംഖുപുഷ്പം. കണ്ടോ, പിന്നെ ഇത് ഒരു ടൈപ്പ് അമരക്കായാണ് കേട്ടോ. കണ്ടോ, ഒരു ടൈപ്പ് അമരക്കായാണ്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചൂടായപ്പോൾ കുറച്ചങ്ങ് പോയി. കുറച്ചധികം പോയി, ഉണങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നത് തണുപ്പ് കാലത്താണ് നല്ലപോലെ ഉണ്ടാവുന്നത്. ഇതിന് പൂവുണ്ടോ, എന്ത് രസമാണെന്ന് അറിയേണ്ട പൂവാണ്. ഉണ്ടോ, ഇത് ഞാൻ കുറ്റി പോലെ നിർത്തിയതാണ്. പക്ഷെ കുറ്റി പോലെ നിർത്തുമ്പോൾ അതിലധികം പൂവുണ്ടാവുന്നില്ല. ഇങ്ങനെ വള്ളി പോലെ ആക്കുമ്പോഴാണ് അതിൽ പൂവുണ്ടാവുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ്.